ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പം നമ്മൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ ആണല്ലേ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്കൊരു മാങ്ങൻ്റെ വീഡിയോ ആയിട്ട് തുടങ്ങാം. മാങ്ങൻ്റെ ഒക്കെ റെസിപ്പി കാണിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ മോശമാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊരു മാങ്ങൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് അതിൻ്റെ തൊലിയൊക്കെ കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. തണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ചു കൊടുക്കുക. മാങ്ങ വെച്ചിട്ട് പലരും പല ഐറ്റംസും തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവും അല്ലേ. എന്നാലും ഇങ്ങനെയുള്ളൊരു സാലഡ് ആരും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതിനായിട്ട് 2 മാങ്ങ ഞാൻ ഇതുപോലെ കഴുകി എടുത്തതിന് ശേഷം ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാലഡൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയും അതുപോലെ തന്നെ നല്ല രുചികരമായും കഴിക്കാൻ പറ്റും കേട്ടോ. കുട്ടികളുടെ കാര്യം മാത്രമല്ല, മുതിർന്നവർക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ മാംസം മാത്രമായി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നേർങ്ങനായി നമ്മളെ മാങ്ങ കംപ്ലീറ്റ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ഒരു മാങ്ങ ചെറിയൊരു പഴുപ്പോട് കൂടിയുള്ളതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് സാലഡിന് നല്ല ഒരു രുചിയായിരിക്കും കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കാം. ഏത് പാത്രം ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഈ പാത്രത്തിലോട്ടേക്ക് നമ്മൾ നേർങ്ങനായി കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമ്മൾ ആ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാങ്ങ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇതിട്ടതിന് ശേഷം ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നേർങ്ങനെ ആക്കി മുറിച്ചതിന് ശേഷമാണ് സീസണിങ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നല്ല രീതിക്ക് സാലഡിന് നല്ലൊരു സീസണിങ് തന്നെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. ഈ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ മാങ്ങയുള്ള സീസണിങ് നല്ല രീതിക്ക് പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അത് അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പാത്രം ഇവിടെ എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ പ്ലേറ്റിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അരമുറി തക്കാളി അരിഞ്ഞതും മല്ലിയില ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും 1/2 ഉള്ളിയും അതുപോലെ തന്നെ ഒരു 1/2 കഷ്ണം ലൈമും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലോട്ടേക്കൊന്ന് തട്ടിക്കൊടുക്കുക. നമ്മൾ ലൈം ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ലൈം ഇതിലോട്ടേക്ക് ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ലൈം കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് വിനീഗറും കൂടി ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നിൽക്കട്ടെ എന്നുള്ളതിൽ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ടാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. അതുപോലെ ഇത് നമ്മൾ കൈനെ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല രീതിക്ക് പ്രസ് ചെയ്തിട്ട് അമർത്തിയിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ തക്കാളിൻ്റെയും മുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഒന്ന് ഇറങ്ങിക്കോട്ടെ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് മാങ്ങ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. മാങ്ങൻ്റെ പാത്രം എടുത്തതിന് ശേഷം ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. ഈ മസാലയിലോട്ടേക്ക് മാങ്ങ ഇടണമല്ല മാങ്ങയിലോട്ട് മസാല ഇടണമെന്ന്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ മാങ്ങയിലോട്ടേക്ക് മസാല ഇടാം. ഇനി നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ പാത്രം കുറച്ച് ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ മസാലേൻ്റെ പാത്രത്തിലോട്ടൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ട്. ഇനി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും അടുക്കളയിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണല്ലേ നമ്മളിന്ന് ഇവിടെ സാലഡ് തയ്യാറാക്കി നോക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മാങ്ങ നമ്മൾ സ്വന്തം മരത്തിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ. നല്ല പേരക്ക മാങ്ങയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ സാലഡ് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. ഇനി മാങ്ങൻ്റെ രുചി ഒന്ന് നോക്കാനായി ഫോർക്ക് എടുത്ത് കുത്തി നോക്കിയപ്പോൾ ഫോർക്കിലൊന്നും മാങ്ങ കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ കൈ തന്നെ യൂസ് ചെയ്തൊന്ന് തിന്നോക്കാം. ഇത് കഴിച്ചപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള രുചിയൊന്ന് അറിയാൻ പറ്റിയത്. നല്ല അടിപൊളി രുചിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീട്ടിൽ മാങ്ങയുള്ളവർ അല്ലെങ്കിൽ മാങ്ങ ഒക്കെ കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും തയ്യാറാക്കി നോക്കുക. എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സാലഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സാലഡൊക്കെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വേറെ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.